ഇന്ന് സ്കൂളിൽ കുറച്ചധികം തന്നെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് രാവിലെ തൊട്ട് ഉച്ച വരെ ഫുൾ ഡേ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ ടയർഡായി ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് തന്നെയാണെങ്കിൽ അടുത്ത ദിവസം എൻ്റെ സ്കൂളിൽ PTA മീറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോള്, അവൾ നന്നായിട്ട് മെഹന്തി വരയ്ക്കും എന്ന് പറഞ്ഞിട്ട് അവളുടെ ഡ്രോയിങ് ബുക്കിൽ അവൾ വരച്ച് വെച്ച മെഹന്തി ഡിസൈൻസ് ഒക്കെ എനിക്ക് കാണിച്ചു തന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്താ പറയുക, നമ്മളെ അമ്മമാരോടൊക്കെ പെരുമാറുന്ന പോലെയാണ് ആ കുട്ടി എന്നോട് പെരുമാറിയിട്ട് ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നത്. അത്രയും എക്സൈറ്റ്മെൻറ്റോടെയാണ് കേട്ടോ കാണിച്ചു തന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് വിട്ടു കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മുടെ കുട്ടികൾ ചിലപ്പോൾ ഫ്യൂച്ചറിൽ എന്തായിത്തീരും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണല്ലേ. നമ്മളെല്ലാവർക്കും ഇപ്പോൾ ഡോക്ടറും എഞ്ചിനീയറൊക്കെ ആവാൻ പറ്റുമോ? അപ്പോൾ എന്തായാലും ആൾ നല്ലൊരു മെഹന്തി ആർട്ടിസ്റ്റ് ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് നന്നായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് ആളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്കൂളിൽ PTA മീറ്റിംഗ് ആണെന്നുള്ളത്. അപ്പോൾ അടുത്ത ദിവസമായി ഞാൻ അതേ സാരി കിട്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു സാരി കിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ സ്കൂളിൽ ആദ്യമായിട്ട് ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ PTA മീറ്റിംഗ് ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. പിന്നെ സാരി കിട്ടപ്പോൾ ഒരു പ്രത്യേക സുഖം. പിന്നെ ദേ ഈ ഒരു ബാഗ് ഉണ്ടല്ലോ, ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇതപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു സംഭവമല്ലേ. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേക ഒരു സുഖം, ഒരു എന്താ പറയുക, എനിക്ക് വാക്കുകൾ ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു അത് യൂസ് ചെയ്യുമ്പം. എന്തായാലും ഇതേ ഞാൻ പേരൻസ് വരുന്നതിന് മുന്നേ കുറച്ചധികം തന്നെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് വെക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ബോർഡിലൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ വരയ്ക്കാൻ വലിയ കഴിവില്ല കേട്ടോ, ചെറുപ്പത്തിലേ ഇല്ല. അതുകൊണ്ട് തന്നെ എത്ര അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞാലും ഒരു ആവറേജ് ഡെക്കറേഷൻ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു ക്ലാസ്സിൽ പോയി നോക്കിയപ്പോൾ ആ മാം ആണെങ്കിൽ അടിപൊളിയായിട്ട് അവരുടെ ബോർഡ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാം അടിപൊളിയായിട്ട് വരയ്ക്കും കേട്ടോ. അപ്പം അവരുടെ ആ ഒരു കഴിവ് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ബോർഡ് ഒന്നും കൂടെ പോയി നോക്കി. എന്ത് വൃത്തിയായിട്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തത് ഞാനും ആലോചിച്ചു കേട്ടോ. എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ കഴിവ് കൊടുക്കില്ലല്ലോ അല്ലേ ദൈവം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇത് നമ്മുടെ സ്മാർട്ട് ക്ലാസ്സിൽ നമ്മുടെ സ്കൂളിൻ്റെ വെബ്സൈറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും സ്കൂളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പേരൻസ് വരുന്നതിന് മുന്നേ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വാമിക്കുട്ടിക്കും ഈ സ്കൂളിൽ തന്നെയാണ് നമ്മുടെ വാമിക്കുട്ടി പഠിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അവളുടെ ക്ലാസ്സിലും എനിക്ക് പോകണമായിരുന്നു. കാരണം അവിടെയും പേരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ പോയപ്പം പേരൻസിൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഹാൻഡ് പ്രിൻറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ടീച്ചേഴ്സ്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം വാമിക്കുട്ടീൻ്റെ ക്ലാസ്സിലെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ ക്ലാസ്സിലൊക്കെ പോയി നിൽക്കുമ്പോഴേ കുട്ടികൾക്ക് ക്ലീനപ്പ് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുകയായിരുന്നു കേട്ടോ ടീച്ചേഴ്സ്. അതായത് കുട്ടികൾ ക്ലാസ്സൊക്കെ വൃത്തിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ബാഗും ബുക്സൊക്കെ സ്വന്തമായിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു എന്താ പറയുക സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അതേ നമ്മുടെ വാമിക്കുട്ടി ഇതാ വേസ്റ്റൊക്കെ കൊണ്ടിടുന്നത് കണ്ടില്ലേ. അപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ വാമിക്കുട്ടിക്കാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ക്ലാസ്സിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. അവൾ ഫുൾ ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് അവളിങ്ങനെ കളിച്ചൊക്കെ നടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കിട്ടുന്നത്. പിന്നെ എനിക്ക് ഇടയ്ക്കൊക്കെ പോയി നോക്കാമല്ലോ, സെയിം സ്കൂളിൽ തന്നെ ആയതുകൊണ്ട് അതും എനിക്കൊരു വല്ലാത്തൊരു എന്താ പറയുക ഗോഡ് ഗിഫ്റ്റഡ് തന്നെയാണ് കേട്ടോ ഞാൻ. കാരണം എനിക്ക് എൻ്റെ മോള് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി നോക്കാനും പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മുടെ വാമിക്കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോയ വീഡിയോ ഒന്നും എന്താ ഞാൻ എടുത്ത് വെക്കാൻ ഞാൻ. എന്തായാലും ഞാൻ അതും കൂടി ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാവേ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കൂ കേട്ടോ. അപ്പം നമ്മുടെ വാമിക്കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോവാണല്ലോ. അപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ തന്നെയാണ് വാമിക്കുട്ടിയെ നഴ്സറിയിൽ ജോയിൻ ചെയ്യിപ്പിച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ സ്കൂളിലൊക്കെ പോയിരുന്നപ്പോഴും എനിക്ക് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു വാമിക്കുട്ടി സ്കൂളിൽ എത്തുന്നവരെ. കാരണം ആൾ കരയോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഏട്ടൻ ലീവ് എടുത്തിട്ടാണ് വാമിക്കുട്ടിനെയും കൂട്ടിയിട്ട് സ്കൂളിലേക്ക് വന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. വാമിക്കുട്ടി ഫുൾ ഹാപ്പി ആയിരുന്നു ക്ലാസ്സിലെത്തിയപ്പോൾ കേട്ടോ. അപ്പോൾ എന്തായാലും വാമിക്കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ കയറുമ്പോൾ ടീച്ചറെ കാലൊക്കെ തൊട്ട് വന്നിച്ചിട്ടാണ് കേട്ടോ കയറിയത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻറ്റ് തന്നെയായിരുന്നു. കാരണം വാമിക്കുട്ടിയോട് ആരും പറഞ്ഞിട്ടൊന്നുമല്ല ആളത് ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തന്നെ അത് ഫീൽ ചെയ്തു കേട്ടോ. അപ്പം അവളുടെ ക്ലാസ്സിലേക്കൊക്കെ കയറിയിരിക്കുമ്പോഴേ ബാക്കി കുട്ടികളൊക്കെ കരയുന്നുണ്ടായിരുന്നെങ്കിലും വാമിക്കുട്ടി ഫുള്ള് ഹാപ്പി ആയിരുന്നു. ടീച്ചർ പേരൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞൊക്കെ കൊടുത്തു കേട്ടോ. സെയിം സ്കൂളിൽ തന്നെ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും വാമിക്കുട്ടിയെ പോയി കാണാമെങ്കിലും എന്താണെന്നറിയില്ല വാമിക്കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോയപ്പോൾ എനിക്ക് വേണമെന്നൊക്കെ വല്ലാത്തൊരു വിഷമം തോന്നി. ബാക്കിയുള്ള അമ്മമാരൊക്കെ ആ ഒരു ഇമോഷനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കത് എൻ്റെ ലൈഫിൽ വന്നപ്പോഴാണ് കേട്ടോ എനിക്ക് അതിനെ പറ്റിയിട്ട് ആ ഒരു വിഷമം എന്താണെന്നൊക്കെ മനസ്സിലാവുന്നത്. എന്തായാലും പിന്നെ എനിക്ക് സ്കൂളിൽ പോയപ്പോൾ വേറൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈസൻസ് ഞാനൊരു 18 വയസ്സ് കഴിഞ്ഞപ്പോൾ എടുത്തതാണെങ്കിലും ഇതുവരെ എനിക്കൊരു വണ്ടി ഓടിച്ച് ഒറ്റയ്ക്ക് പോകാനുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്ത ശേഷം എനിക്ക് വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. കാരണം ഏട്ടൻ രാവിലെ 7 മണിക്ക് ആകുമ്പോൾ തന്നെ ഡ്യൂട്ടിക്ക് പോകണം, എനിക്കാണെങ്കിൽ 7 മണിക്ക് സ്കൂളിലെത്തും വേണം. അപ്പോൾ പിന്നെ വേറെ നിവൃത്തിയില്ല, 2 വീലർ എടുത്ത് പോകാമെന്നുള്ളൊരൊറ്റ ഒരു ഓപ്ഷൻ മാത്രമേ എൻ്റെ കയ്യിൽ
ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യം സംഭരിച്ചിട്ട് എടുക്കാൻ തുടങ്ങിയതാണ്. എന്താണെന്ന് അറിയില്ല, അത് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇപ്പം വണ്ടിയൊക്കെ എടുത്തിട്ട് പോകാനുള്ളൊരു ധൈര്യം വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് ഈ ഒരു സ്കൂളിൽ ജോബ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കിട്ടിയ ഒരു ധൈര്യം തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു വാമിക്കുട്ടി ഒരു സ്കൂളിൽ ജോയിൻ ചെയ്ത സമയത്ത്. അവൾക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ എങ്ങനെയാണ് അവൾ കൈകാര്യം ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കുട്ടികളൊക്കെ എപ്പോഴും ഫാസ്റ്റ് ലേണേഴ്സ് ആണല്ലോ. അപ്പം ഇപ്പം കുറച്ച്, അതായത് മോശമില്ലാണ്ട് തന്നെ ഹിന്ദിയൊക്കെ കുട്ടികൾ പറയും, അത് മനസ്സിലാക്കി എടുക്കാനൊക്കെ ആൾക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഈ സ്കൂളിൽ മാത്സാണ് കേട്ടോ പഠിപ്പിക്കുന്നത്. ഞാൻ 6th-നും 7th-നും അതേപോലെ തന്നെ 5th-നുമാണ് കേട്ടോ മാത്സ് പഠിപ്പിക്കുന്നത്. ഈ ഒരു ടീച്ചിങ് ജോബിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് നന്നായിട്ട് സ്ട്രെസ്ഡ് ആയിരുന്നു കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു ജോബ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടേ. ടച്ച് വിട്, എന്തായാലും ഇത് അങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ അല്ലേ.